ഒന്നിനെ നശിപ്പിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ ആ രക്തത്തിൽ നിന്നും കാലി ചവിട്ടിയിട്ട് തങ്ങൾക്ക് പുതിയ ചുവട് വയ്ക്കാം എന്ന് കരുതുന്നത് തീർത്തും മോശമായ ഒരു പ്രവണതയാണ്. ആ ശ്രദ്ധയുടെ മരണത്തിൽ ആർക്കും ശ്രദ്ധയില്ല. അവരുടെ ശ്രദ്ധ മുഴുവൻ പോയിരിക്കുന്നത് ഈ കലാലയത്തെ തകർക്കാനുള്ള പലതരത്തിലുള്ള കുത്സിത പ്രവർത്തികൾ അത് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റിടങ്ങളിലൂടെയും ആവിഷ്കരിച്ച് നടപ്പിലാക്കാനുള്ള ശ്രദ്ധയാണ്. ഞങ്ങളുടെ കലാലയം ഞങ്ങൾ വളർത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളതിനെ പരിപാലിച്ചിരിക്കും. ആരെയും ഞങ്ങൾ സമ്മതിക്കത്തില്ല തകർക്കാനായിട്ട്. ടൂറിസ്റ്റ് ബസ്സൊക്കെ വിളിച്ചിങ്ങോട്ട് വരുന്നുണ്ടല്ലോ, അവർ വരുമൊന്നും വേണ്ട. ഞങ്ങൾ 4 ചുവട് വെച്ചാൽ ഞങ്ങൾക്ക് വരാനുള്ളതേ ഉള്ളൂ. ഞങ്ങൾ 4 ചുവട് വെച്ചാൽ ഈ കലാലയത്തിൽ വരാം. ഞങ്ങൾക്കറിയാം സംരക്ഷിക്കാൻ. ഇനിയുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ സംരക്ഷണത്തിനൊന്നും നിങ്ങൾ വരണ്ട. ഞങ്ങൾ വളർത്തിയിട്ടുണ്ട്, ഞങ്ങൾ സംരക്ഷിച്ചോളാം. കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി കോളേജിന് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. ഇവിടെ കുഞ്ഞുങ്ങൾ ഇനിയും വരും. നല്ല വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ ഈ കലാലയം തേടി വരും. എല്ലാ അജണ്ടകളെയും, മാധ്യമങ്ങളുടെ അജണ്ട, പുറകിൽ കളിക്കുന്ന പലരുടെ അജണ്ട, അതിന് സ്പോൺസർ ചെയ്യുന്നവരുടെ അജണ്ട, നിങ്ങൾ കാഞ്ഞിരപ്പള്ളിക്കാരുടെ മേൽ കുതിര കയറിയിട്ട് നിങ്ങൾ ആളാവാൻ നോക്കരുത്. അത് ഞങ്ങളുടെ അടുത്ത് നടപ്പാവില്ല. നമ്മുടെ അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് നമുക്കറിയാം, കേരളത്തിലെ തന്നെ ഒരു പ്രസിദ്ധമായ കലാലയമാണ്. അവിടെ ഒരു മരണമുണ്ടായിട്ട് അതിനെ ആഘോഷിച്ച് കാഞ്ഞിരപ്പള്ളിയുടെ ഈ അഭിമാന സ്തംഭമായ ഈ ഒരു കോളേജിനെ തച്ചുടയ്ക്കാനായിട്ടുള്ളൊരു നീക്കമായിരുന്നു. നമുക്കറിയാം, എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലും എണ്ണമെടുത്താൽ മിക്കവാറും എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലും വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കാഞ്ഞിരപ്പള്ളിയെ ടാർഗറ്റ് ചെയ്യുന്നത്? കാരണം കാഞ്ഞിരപ്പള്ളിയിലെ അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് തകർത്താൽ അതിൽ നിന്ന് ചില ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കാനുള്ളവർ, നമ്മൾ പണ്ട് പറഞ്ഞതുപോലെ ഒരു ചോര കുടിക്കാനായിട്ട് കാത്തു നിൽക്കുന്ന ചിലർ അതിൻ്റെ കീഴിലുണ്ട്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും മോശമായ ഒരു പരിപാടി ഇട്ടുകൊണ്ടാണ് അവരതിനു വേണ്ടി തുനിഞ്ഞിറങ്ങിയത്. കാരണം നമുക്കറിയാം, ഒന്നിനെ നശിപ്പിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ ആ രക്തത്തിൽ നിന്നും കാലി ചവിട്ടിയിട്ട് തങ്ങൾക്ക് പുതിയ ചുവട് വയ്ക്കാം എന്ന് കരുതുന്നത് തീർത്തും മോശമായ ഒരു പ്രവണതയാണ്. പ്രത്യേകിച്ച് കലാലയങ്ങൾ അവർ മത്സരിക്കേണ്ടത് അവരുടെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മെച്ചമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടാണ് കലാലയങ്ങൾ മത്സരിക്കേണ്ടത്. അവിടെ വരുന്ന വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കണം, കൂടുതൽ ഉന്നതങ്ങളിൽ എത്തിച്ചേരണം. അങ്ങനെ ഒരു വിദ്യാർത്ഥിയെ ഉയരങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കലാലയങ്ങൾ മത്സരിക്കേണ്ടത്. അല്ലാതെ ഉയരത്തിൽ പോകുന്ന വിദ്യാർത്ഥിയെ താഴേക്ക് വലിച്ചിട്ടിട്ട് അവനെ ഏതോ ഒരു നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള രീതിയിൽ കുഞ്ഞുങ്ങളുടെ ഭാവിയെ തകർത്തുകൊണ്ടുള്ള ഒരു വികസനത്തെക്കുറിച്ചല്ല സംസാരിക്കേണ്ടത്. കാഞ്ഞിരപ്പള്ളിക്കാർ കലാലയം സ്ഥാപിച്ചത് വളരെ വ്യക്തമായ ധാരണയോടുകൂടിയാണ്. കാഞ്ഞിരപ്പള്ളിക്കാർ ഇതുവരെ വിദ്യാഭ്യാസത്തിൻ്റെ ഭൂപടത്തിലൊന്നുമില്ലായിരുന്നു. ഞങ്ങളുടെ കലാലയങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഈ കാഞ്ഞിരപ്പള്ളിക്ക് ഒരു പേരുണ്ടായത്. ലോകത്തിൽ എവിടെ ചെന്നൊന്ന് അന്വേഷിച്ചാലും കാഞ്ഞിരപ്പള്ളിക്കാർക്കൊരു പേരുണ്ട്. അമൽജ്യോതിക്ക് പേരുണ്ട്, സെൻറ് ആനീസ് സ്കൂളിനൊരു പേരുണ്ട്, മരിയൻ കോളേജിൻ്റെ ഒരു പേരുണ്ട്. അത് ലോകത്തിൻ്റെ എവിടെ ചെന്ന് അന്വേഷിച്ചാലും ആ പേരവിടെ നിലനിൽപ്പുണ്ട്. ആ പേരിനെ തകർത്തിട്ട് ആ പേരിൻ്റെ പിന്നണിയിൽ നിന്നുകൊണ്ട് തങ്ങൾക്കാളാകാം എന്ന് വിചാരിക്കുന്ന കുറേ ആളുകളുടെ പ്രവർത്തനമാണ്. അതുകൊണ്ട് ശ്രദ്ധയുടെ മരണം എന്ന് പറയുന്നത് ഇവിടെ ഒരിക്കലും ആരുടെയും വാക്കുകളില്ല. ആ ശ്രദ്ധയുടെ മരണത്തിൽ ആർക്കും ശ്രദ്ധയില്ല. അവരുടെ ശ്രദ്ധ മുഴുവൻ പോയിരിക്കുന്നത് ഈ കലാലയത്തെ തകർക്കാനുള്ള പലതരത്തിലുള്ള കുത്സിത പ്രവർത്തികൾ അത് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റിടങ്ങളിലൂടെയും ആവിഷ്കരിച്ച് നടപ്പിലാക്കാനുള്ള ശ്രദ്ധയാണ്. കുഞ്ഞുങ്ങളുടെ സംഭാഷണങ്ങളും അവരുടെ അഭിമുഖങ്ങൾ, അതുപോലെ ഓരോ ദിവസം വാർത്താ ചാനലുകളിൽ വന്നിരിക്കുന്നവർ, അവരുടെ എല്ലാ സംഭാഷണങ്ങളിലൂടെ നമ്മൾ നോക്കുമ്പോൾ അവരുടെയൊക്കെ അജണ്ട എന്ന് പറയുന്നത് ശ്രദ്ധ ഒരിടത്ത് കിടക്കുന്നു. ശ്രദ്ധയേക്കാൾ കൂടുതലായിട്ട് അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു കോളേജിൻ്റെ അഭിമാനത്തെയാണ്. അത് ഈ സമൂഹത്തിൽ ഉയർത്തിയിരിക്കുന്ന ഈ വിദ്യാഭ്യാസത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന വലിയൊരു യശസ്സിനെ കളങ്കപ്പെടുത്താനുള്ള നീക്കമാണ്. അതുകൊണ്ട് കാഞ്ഞിരപ്പള്ളിയിലെ ആളുകൾ ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഞങ്ങളുടെ കലാലയം ഞങ്ങൾ വളർത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളതിനെ പരിപാലിച്ചിരിക്കും. ആരെയും ഞങ്ങൾ സമ്മതിക്കത്തില്ല തകർക്കാനായിട്ട്. ഞങ്ങൾ ഇതിൻ്റെ ഓരോ വളർച്ചയിലും ഇതിന് പിന്തുണ കൊടുത്തുകൊണ്ട് കാഞ്ഞിരപ്പള്ളിയിലെ വിശ്വാസ സമൂഹം കൂടെയുണ്ട് എന്ന് പറയുന്നതാണ് ഇന്നത്തെ ഈ സംഭവം. പിന്നെ കുറേ പേരൊക്കെ ടൂറിസ്റ്റ് ബസ്സൊക്കെ വിളിച്ചിങ്ങോട്ട് വരുന്നുണ്ടല്ലോ,
അവർ വരുമൊന്നും വേണ്ട, ഞങ്ങൾ 4 ചുവട് വെച്ചാൽ ഞങ്ങൾക്ക് വരാനെന്നുള്ളേ ഉള്ളൂ. ഞങ്ങൾ 4 ചുവട് വെച്ചാൽ ഈ കലാലയത്തിൽ വരാം. ഞങ്ങൾക്കറിയാം സംരക്ഷിക്കാൻ. ഇനിയുള്ള അവസരങ്ങളുണ്ടാകുമ്പോൾ വലിയ സംരക്ഷണത്തിനൊന്നും നിങ്ങൾ വരണ്ട. ഞങ്ങൾ വളർത്തിയിട്ടുണ്ട്, ഞങ്ങൾ സംരക്ഷിച്ചോളാം. അത് ഞങ്ങൾ ഈ സമൂഹത്തോട് പറയുക. പിന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ അമൽ ജ്യോതി വരാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ വരണ്ട. താല്പര്യമുള്ളവർ ധാരാളമുണ്ട്. അവരുടെ ഭാവിയെ നശിപ്പിക്കാനായിട്ട് എന്തിനാണ് നിങ്ങൾ വരുന്നത് എന്ന് ഞങ്ങൾക്ക് ചോദിക്കാനായിട്ടുള്ളത്. ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ ഇത് ഈ സ്ഥാപനത്തെ തകർക്കാൻ, അതുപോലെ തന്നെ രൂപതയെ കരിവാരിത്തേക്കാനുള്ള അല്ലെങ്കിൽ സഭയെ തകർക്കാനുള്ള ഒരു ശ്രമം കൂടിയല്ലേ നടക്കുന്നത്? ഈ കലാലയത്തെ തകർക്കുന്നത് വലിയൊരു മാധ്യമ അജണ്ടയാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ മാധ്യമങ്ങൾ നിലനിൽക്കുന്നത് അവരുടെ റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. എങ്ങനെയാണ് റേറ്റിംഗ് കിട്ടുക? മഹത്തായ വ്യക്തികളെ തകർക്കുക, മഹത്തായ സ്ഥാപനങ്ങളെ തകർക്കുക. അതിൽ വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ നോക്കുക, ഓട്ടോണമസ് കോളേജുകളെ എടുക്കുക. അതിൽ ഭൂരിഭാഗം എന്നല്ല, ബഹുഭൂരിഭാഗം ക്രൈസ്തവ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള ഓട്ടോണമസ് കോളേജുകളാണ് കേരളത്തിലുള്ളത്. വളരെ വിരലിലെണ്ണാൻ പോയിട്ട് ആകെ 3-4 സ്ഥാപനങ്ങളാണ് ഗവൺമെൻറ്റിൻ്റെയും മറ്റ് ഇതര സമുദായങ്ങളുടെ ഉള്ളത്. ബാക്കി മുഴുവൻ കേരളത്തിലെ ക്രൈസ്തവ സഭകൾ നടത്തുന്ന സ്ഥാപനങ്ങളാണ്. അതുപോലെ തന്നെ NIRF റാങ്കിങ്ങുകളിൽ ഉന്നതിയിൽ നിൽക്കുന്ന കോളേജുകളെ നിങ്ങൾ നോക്കുക. അപ്പോൾ അവരുടെ എല്ലാം ഒരു ചിന്തയുണ്ട്, ഈ കലാലയങ്ങളെ അവരുടെ യശസ് നശിപ്പിച്ചാൽ ക്രൈസ്തവ മൂല്യങ്ങൾ പകർന്നു നൽകുന്ന കലാലയങ്ങളുടെ യശസ് തകർക്കാം. അങ്ങനെ അവർക്ക് ചുളുവിൽ അവരുടെ കോളേജുകളിൽ വിദ്യാർത്ഥികളെ കിട്ടും എന്നുള്ള മിഥ്യാധാരണ. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, പലപ്പോഴും പിടിച്ച പാമ്പ് തിരിഞ്ഞു കൊത്തുന്ന അവസ്ഥയുണ്ട്. അതാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. കാഞ്ഞിരപ്പള്ളി അമൽ ജ്യോതി കോളേജിന് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. ഇവിടെ കുഞ്ഞുങ്ങൾ ഇനിയും വരും. നല്ല വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ ഈ കലാലയം തേടി വരും. അത് ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിൽ നിന്നും വരുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഉറപ്പുണ്ട്. അതിനെ തകർക്കാനായിട്ട് ആർക്കൊട്ട് സാധിക്കത്തില്ല. ഇനി അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായാൽ ഇവിടെയുള്ള വിശ്വാസ സമൂഹം ഇവിടെ വന്ന് ഇന്ന് അണിനിരുന്നതുപോലെ കോളേജിൻ്റെ ഉള്ളിൽ വന്നു നിന്ന് ഞങ്ങൾ സംരക്ഷണം ഒഴുക്കും. സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസ് ഉണ്ട്, യുവജന സംഘടനയായ SMYM ഉണ്ട്. ഇവിടെ കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്കും അതുപോലെ തന്നെ ഈ പൊതുസമൂഹത്തിലും വിവിധ ക്രൈസ്തവ സംഘടനകളുണ്ട്. ഞങ്ങളൊന്നും കൈയും കെട്ടി നോക്കിയിരിക്കുമെന്ന് വിചാരിച്ചോ? ഞങ്ങൾ തീർച്ചയായിട്ടും സംരക്ഷണം കൊടുത്തിരിക്കും. അതുകൊണ്ട് എല്ലാ അജണ്ടകളെയും ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. എല്ലാ അജണ്ടകളെയും, മാധ്യമങ്ങളുടെ അജണ്ട, പിറകിൽ കളിക്കുന്ന പലരുടെ അജണ്ട, അതിനെ സ്പോൺസർ ചെയ്യുന്നവരുടെ അജണ്ട. നിങ്ങൾ കാഞ്ഞിരപ്പള്ളിക്കാരുടെ മേൽ കുതിര കയറിയിട്ട് നിങ്ങൾ ആളാവാൻ നോക്കരുത്. അത് ഞങ്ങളുടെ അടുത്ത് നടപ്പാവില്ല എന്ന് വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്.